രാജ്യങ്ങളുമായി യുദ്ധമുണ്ടാക്കി തന്റെ അധികാരവും ബിസിനസ്സും വിപുലപ്പെടുത്തി വൻ ലാഭമുണ്ടാക്കുന്ന ഒരു ഭരണാധികാരിയാണ് അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ്. ജനങ്ങൾ യുദ്ധത്തിന്റെ കെടുതികൾ അനുഭവിക്കുമ്പോൾ ട്രംപും കുടുംബവും വലിയ നേട്ടങ്ങളാണ് ഉണ്ടാക്കുന്നത്. ട്രംപ് തന്റെ പ്രസംഗങ്ങളിൽ പലപ്പോഴും പറയുന്നത് എതിരാളികളെ ഭയപ്പെടുത്തുന്നതിനായി അമേരിക്കയെ കൂടുതൽ ശക്തിപ്പെടുത്തണമെന്നാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് കരുത്തുറ്റ നേതൃത്വം ആവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് തനിക്കു മാത്രമേ അതിന് കഴിയൂ എന്ന് സ്ഥാപിച്ചെടുക്കുവാനുള്ള ശ്രമവും ട്രംപ് നടത്തുകയാണ്. തൊഴിലില്ലായ്മ, വിലക്കയറ്റം തുടങ്ങിയ വിഷയങ്ങൾ അമേരിക്കയിൽ നിൽക്കുമ്പോൾ വിദേശ നയത്തിലേക്ക് ശ്രദ്ധ തിരിച്ചുവിട്ട് നേട്ടമുണ്ടാക്കുവാനാണ് ട്രംപ് ശ്രമിക്കുന്നത്. പശ്ചിമേഷ്യയിലെ അസ്ഥിരത വർദ്ധിച്ചാൽ അമേരിക്കയുടെ പ്രതിരോധ നയവും സൈനിക സാന്നിധ്യവും കൂടുതൽ ചർച്ചയാകും. ദേശീയ സുരക്ഷയ്ക്ക് മുൻഗണന നൽകുന്ന വോട്ടർമാരെ ആകർഷിക്കുവാൻ ട്രംപ് ഈ സാഹചര്യം ഉപയോഗിക്കുകയും ചെയ്യും. മിഡിൽ ഈസ്റ്റിൽ സംഘർഷമുണ്ടാകുമ്പോൾ ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണയുടെ വില ഉയരുകയാണ്. ഇറാന്റെ മേൽ ഏർപ്പെടുത്തുന്ന കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ അവരുടെ എണ്ണ കച്ചവടത്തെ തടസ്സപ്പെടുത്തും. ഇറാൻ വിപണിയിൽ നിന്ന് പുറത്താകുമ്പോൾ ഉണ്ടാകുന്ന കുറവ് നികത്താൻ US എണ്ണയ്ക്ക് സാധിക്കുന്നു. അതോടെ എണ്ണ വിപണി പിടിച്ചെടുക്കുവാനും സാധിക്കുന്നു. ആഗോള എണ്ണ കച്ചവടം US ഡോളറിൽ തന്നെ തുടരുവാൻ ഇതുകൊണ്ട് സാധിക്കുകയാണ്. ഇറാന്റെ മേൽ കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നതിലൂടെ അവരുടെ എണ്ണ കയറ്റുമതി ആഗോള വിപണിയിൽ എത്താതിരിക്കുന്നതോടെ വിപണിയിൽ എണ്ണയുടെ ലഭ്യത കുറയുന്നതിനാൽ വില വീണ്ടും വർദ്ധിക്കും. അമേരിക്ക ഇപ്പോൾ വൻതോതിൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ്. ഉയർന്ന വില സ്വദേശി എണ്ണ കമ്പനികളുടെ ലാഭം ഇരട്ടിയാക്കുകയാണ്. ഈ ലാഭം അമേരിക്കയിലെ ഷെയിൽ ഓയിൽ മേഖലയിൽ കൂടുതൽ നിക്ഷേപവും തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുവാൻ സഹായിക്കുന്നു. ഭൂമിക്കടിയിൽ ആഴത്തിലുള്ള പാറകൾക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന എണ്ണയാണ് ഷെയിൽ ഓയിൽ. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഊർജ്ജ നയം US ഷെയിൽ ഓയിൽ വ്യവസായത്തെ ശക്തമായി പിന്തുണയ്ക്കുകയാണ്. ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് അദ്ദേഹത്തിന്റെ നയങ്ങൾ അമേരിക്കയെ ലോകത്തിലെ ഏറ്റവും മികച്ച എണ്ണ ഉൽപാദക രാജ്യമാക്കി മാറ്റി. റഷ്യ പോലുള്ള രാജ്യങ്ങൾ ഭൂഗർഭ കരുതൽ ശേഖരത്തിൽ വളരെ മുന്നിലാണെങ്കിലും ഷെയിൽ വേർതിരിച്ചെടുക്കൽ പൂർണ്ണമായും വിജയകരമായി നടപ്പിലാക്കുന്ന ഒരേ ഒരു രാജ്യം US മാത്രമാണ്. ഷെയിൽ ഓയിലിന്റെ വൻതോതിലുള്ള ഉൽപാദനത്തിലൂടെ റഷ്യ, സൗദി അറേബ്യ തുടങ്ങിയ പരമ്പരാഗത ആഗോള ഭീമന്മാരെ US മറികടന്നിരിക്കുകയാണ്. നിയന്ത്രണങ്ങൾ ലഘൂകരിക്കുക, ഡ്രില്ലിംഗ് നിയന്ത്രണങ്ങൾ നീക്കുക, പൈപ്പ് ലൈൻ അംഗീകാരങ്ങൾ വേഗത്തിലാക്കുക എന്ന ട്രംപിന്റെ നയത്തിലൂടെ US ഷെയിൽ കമ്പനികളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുവാനും വൻ ലാഭമുണ്ടാക്കുവാനും അവർക്ക് കഴിയുന്നുണ്ട്. തന്റെ നയങ്ങൾ ഫലപ്രദമാണെന്ന് തെളിയിക്കുവാൻ ട്രംപ് പെൻസിൽവാനിയയിലെ ഷെല്ലിന്റെ പെട്രോ കെമിക്കൽ പ്ലാന്റ് പോലുള്ള വലിയ ഊർജ കേന്ദ്രങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. ഇത് പ്രധാന സംസ്ഥാനങ്ങളിലെ വോട്ടർമാരിൽ നിന്നും യൂണിയൻ പ്രവർത്തകരിൽ നിന്നും പിന്തുണ നേടുവാൻ അദ്ദേഹത്തെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. എണ്ണ വാതക മേഖലകളെ പിന്തുണയ്ക്കുന്നതിലൂടെ ട്രംപ് വലിയ ഊർജ കോർപ്പറേഷനുകളിൽ നിന്നും അവരുടെ ദാതാക്കളിൽ നിന്നും ശക്തമായിട്ടുള്ള രാഷ്ട്രീയ സാമ്പത്തിക പിന്തുണ നേടുകയും ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ നിരവധി പ്രമുഖ ബഹുരാഷ്ട്ര എണ്ണ വാതക കമ്പനികളിൽ ട്രംപ് വ്യക്തിപരമായി സാമ്പത്തിക നിക്ഷേപം നടത്തുന്നുമുണ്ട്. ട്രംപിന്റെ മക്കളായ ഡൊണാൾഡ് ട്രംപ് ജൂനിയറും എറിക് ട്രംപും വെഞ്ചർ ക്യാപിറ്റൽ സ്ഥാപനങ്ങളിലൂടെയും നേരിട്ടുള്ള ബിസിനസ് ഏറ്റെടുക്കലിലൂടെയും പ്രതിരോധ മേഖലകളിൽ വൻതോതിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപ് ജൂനിയറുമായും എറിക് ട്രംപുമായും ബന്ധമുള്ള കമ്പനികൾ ട്രംപിന്റെ രണ്ടാമത്തെ ഭരണകാലത്ത് പെന്റഗൺ വായ്പകളിലും പ്രതിരോധവുമായി ബന്ധപ്പെട്ട ഫെഡറൽ ഫണ്ടുകളിലും ഡൊണാൾഡും എറിക് ട്രംപും കുറഞ്ഞത് 10 സൈനിക പ്രതിരോധ കമ്പനികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് കണ്ടെത്തി. നിലവിലെ ഭരണകൂടത്തിന്റെ തുടക്കം മുതൽ ഈ കമ്പനികൾക്ക് ധാരാളം ഫണ്ടുകൾ ലഭിച്ചിട്ടുണ്ട്. ഇവരുടെ പ്രതിരോധ ഡ്രോൺ വ്യവസായങ്ങളിലെ നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട ഗുരുതരമായിട്ടുള്ള പല കാര്യങ്ങളും ചില റിപ്പോർട്ടുകൾ ഉയർത്തിക്കാട്ടുന്നുണ്ട്. അടുത്തത് ഓഹരി വിപണിയിലെ ചലനങ്ങളാണ്. ഇറാനെതിരെയുള്ള കടുത്ത ഉപരോധ നയങ്ങൾ ആഗോള ഓഹരി വിപണിയിൽ വലിയ രീതിയിലുള്ള ചലനങ്ങളാണ് ഉണ്ടാക്കുന്നത്. ട്രംപ് ഇറാനുമേൽ ഉപരോധം ശക്തമാക്കുമ്പോൾ ആഗോള വിപണിയിൽ എണ്ണവില ഉയരുന്നു. ഇത് അമേരിക്കൻ ഊർജ കമ്പനികളുടെ ഓഹരി വിലകൾ വൻതോതിൽ ഉയരുവാൻ കാരണമാകുന്നു. എണ്ണ വിപണിയിലെ ഈ മുന്നേറ്റം
ഓഹരി സൂചികകളെ മൊത്തത്തിൽ സ്വാധീനിക്കാറുണ്ട്. ഇറാനുമായിട്ടുള്ള നയതന്ത്ര ബന്ധങ്ങൾ വഷളാകുകയും മിഡിൽ ഈസ്റ്റിൽ യുദ്ധഭീതി നിലനിൽക്കുകയും ചെയ്യുമ്പോൾ ലോകമെമ്പാടുമുള്ള പ്രതിരോധ കമ്പനികളുടെ ഓഹരി മൂല്യം കുതിച്ചുയരുന്നു. സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായി വിവിധ രാജ്യങ്ങൾ പ്രതിരോധ ബജറ്റുകൾ ഉയർത്തുന്നതാണ് ഇതിന് കാരണം. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വയം ഓഹരികൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നതിന് പകരം പ്രസിഡന്റിന്റെ നയങ്ങളിലൂടെയും പൊതു പ്രസ്താവനകളിലൂടെയും പ്രതിരോധ ഊർജ മേഖലകളിലെ ഓഹരികളെ നേരിട്ട് സ്വാധീനിക്കുകയാണ് ചെയ്യുന്നത്. ഇതിലൂടെ ഈ മേഖലകളിൽ നിന്നും വരുന്ന സാമ്പത്തിക ലാഭം അത് ആർക്കും സങ്കല്പിക്കാവുന്നതിലും വളരെ വലുതാണ്.